ഹലോ. ഞാനുണ്ടല്ലോ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുവേ. അപ്പോൾ വായിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് സങ്കീർത്തനം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എല്ലാ ഭാഗങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാധാരണ സംസാരങ്ങളും സ്തുതികളും നമ്മൾ മനസ്സിലൊരു എന്താണ് ഉള്ള ഒരു വിചാരങ്ങളുമൊക്കെ സങ്കീർത്തകൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം സംസാരിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എല്ലാവരും ഒറ്റയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്, അങ്ങോട്ട് ഒറ്റയ്ക്കാണ് പോകുന്നത്. നമ്മൾ ആരെയും ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, ദൈവത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ നന്മകൾ മാത്രമേ നമ്മളിലുള്ളൂ, മറ്റാരിലും നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം നമ്മെ എത്രമാത്രം നയിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത്രയധികം കരുണയും സ്നേഹവും കൃപയും ദൈവം നമുക്ക് നൽകിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. ഓരോ സെക്കൻഡും ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അത് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരോ ആശയങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ വേണം. അതായത് നമുക്ക് അധ്വാനിക്കാനായിട്ടുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട്, ആ അധ്വാനിക്കാനുള്ള സമയം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ സ്ട്രോങ് ആയി നിൽക്കുക, ദൈവത്തിനെ വിളിക്കുക, ദൈവത്തോട് നന്ദി പറയുക. രാവിലെ നമുക്കൊരു കാൽ പോലും അനക്കാനായിട്ട് സ്വന്തമായിട്ട് അനക്കാൻ നമുക്ക് പറ്റത്തില്ല. അതായത് നമ്മൾ ആന്തരിക അവയവങ്ങൾ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടോ നമ്മൾ പ്രവർത്തിച്ചിട്ടോ ഒന്നും അല്ല അത് നടന്നു പോകുന്നത്. അതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മളിന്ന് നടന്നു പോകുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം പ്രവർത്തനം നിലച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ശാരീരികമായും മാനസികമായും നമ്മളില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ഇന്ന് ജീവിച്ച് നാളെ വൈകിട്ടോ ഇന്ന് രാത്രി വരെയോ നമ്മളുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് ബോധേഡായിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈശോയോട് മാത്രം നന്ദി പറയുക, ജീവിക്കുക. ദൈവം തരുന്ന ആയുസ്സ് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാന്യമായി സന്തോഷത്തോടെ അത് ചെയ്യാം. ചെയ്ത് തിരിച്ച് വരുമ്പോൾ ആരെല്ലാം നമ്മൾ നോക്കി ചിരിച്ചാലും കളിയാക്കിയാലും എന്ത് പൊട്ടത്തരമാണ് കാണിക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിചാരിക്കും നമ്മളെ നയിക്കുന്നത് ദൈവമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പച്ചൻ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കടയുടെ പ്രവർത്തനങ്ങൾ ഒരുമാതിരി ഒരുപാട് നടത്തിക്കൊണ്ടാണ് അപ്പച്ചൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പച്ചനുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും വിഷമങ്ങളൊന്നും ഞങ്ങളോട് പറയാമല്ലോ. അപ്പച്ചൻ സ്വന്തമായിട്ട് അതെല്ലാം ചെയ്യുവാണ്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല, ആരുടെ ഭാഗത്തുനിന്നും ഒരു ഹെൽപ്പില്ല. അങ്ങനെ നിന്നിട്ടും അപ്പച്ചൻ അവിടെ നിന്ന് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഒരു കടം പോലും ഇല്ലാതെ മാന്യമായി അപ്പച്ചൻ ജീവിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ദൈവം കൊടുത്ത ആ കൃപയാണ്, സ്നേഹമാണ് ആ ഒരു ശുശ്രൂഷയിൽ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ച്. അപ്പോൾ ഞാനും ഇപ്പോൾ വലിയതായിട്ടല്ലെങ്കിൽ ചെറുതായിട്ടാണെങ്കിൽ 1 രൂപ കിട്ടിയാലും 10 രൂപ കിട്ടിയാലും ഞാൻ ആ ദൈവത്തിന് നന്ദി പറയണം. കാരണം നാളെ എനിക്ക് 1000 രൂപ കിട്ടിയാലും ഞാൻ ദൈവത്തിന് നന്ദി പറയണം. 1,00,000 രൂപ എനിക്ക് കിട്ടിയാലും ഞാൻ ദൈവത്തിന് നന്ദി പറയണം. കാര്യം എൻ്റെ കഴിവല്ല, ദൈവം തന്നതാണ്. ഞാൻ ഒരാളെ എൻ്റെ കടയിലോട്ട് പറഞ്ഞയച്ച് എനിക്കൊരു 10 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ദൈവം ആ മനുഷ്യനിൽ തോന്നിച്ചിട്ടാണ് എൻ്റെ കടയിലോട്ട് വരുന്നതും എനിക്കത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാനത് എനിക്കെടുത്ത് വയ്ക്കാനുള്ള തോന്നലുണ്ടാകുന്നതും അവർ തന്നത് വെച്ച് മാത്രം നടത്തിക്കൊണ്ട് പോകാൻ ദൈവം എനിക്ക് പറ്റുന്നുണ്ട്. ഓരോ ആശയങ്ങൾ മനസ്സിലോട്ട് ദൈവം തരുമ്പോൾ ആ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി അതിങ്ങനെ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുന്നതിന് പകരം ആ സ്വപ്നത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലാതെ സ്വപ്ന ലോകത്ത് ജീവിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇന്ന് നന്മയായാലും എനിക്കിന്ന് തിന്മയായാലും അത് ദൈവം അറിയാതെ എനിക്കൊരു കാര്യവും നടന്നിട്ടില്ല.
ദൈവത്തിന് നന്ദി സ്തുതി അർപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സങ്കീർത്തകനോടൊപ്പം ഞാൻ ഈ അധ്യായം ഒന്ന് വായിക്കുവാണ്. നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി ഒരുമിച്ചിരുന്ന് അതൊന്ന് സമാധാനത്തിൽ സന്തോഷത്തിൽ ഇരുന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വചനം ഒരെണ്ണമെങ്കിലും നിങ്ങളെ സ്പർശിക്കും. അത് മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഇരിക്കുക. ലോകരക്ഷകനായ ഈശോയെ, ഈ ഒരു വചനം ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങ് വസിക്കാൻ ഇടയാകുന്ന, അങ്ങേക്ക് പ്രചോദനമാകുന്ന, അവർക്ക് ആശ്വാസമാകുന്ന ഒരു വചനമെങ്കിലും കിട്ടണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനകൻ 1-ാം അധ്യായം. 2 മാർഗങ്ങൾ: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പരത്തുന്ന പതിര് പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.